മിഷൻ 60യുടെ 32ാം ദിനമായ ഇന്ന് പ്രേക്ഷകരെ നമുക്കറിയാം, ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട അവർ എടുത്ത ആ ശിക്ഷാ നടപടികളിൽ യാതൊരു ഉചിതമായ തീരുമാനവും അവർ ഇതുവരെ എടുത്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന സ്ഥാനവും കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടിയിലും അവർ ഇതുവരെ ഒരു ഉചിതമായ തീരുമാനം എടുത്തിട്ടില്ല. ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിട്ടും കൃത്യമായ ബോധ്യം അവർക്കുണ്ട്, ഇതൊരു കെട്ടിച്ചമച്ച കഥയായിരുന്നു. ആരോപണം ഉന്നയിച്ചവർ പോലും കേസ് കൊടുക്കുവാൻ തയ്യാറായില്ല, യാതൊരു വിധത്തിലുള്ള തെളിവുകളില്ല എന്ന് മനസ്സിലായിട്ടും ഇത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളമുള്ള ബോധ്യമാണ്. എന്നാൽ ഇതെല്ലാം ആസൂത്രണം ചെയ്ത കേക്കച്ചൻ എന്ന ഒതുക്കീസൻ യുവതലമുറയെ വെട്ടിനിരത്തുവാനായി നടത്തിയ, പിണറായി വിജയന് മൂന്നാമതും ഒരുക്കിയ ആ ക്യാമ്പയിന്റെ ആദ്യപടിയായാണ് രാഹുലിനെതിരെ ഇത്തരമൊരു നടപടിയെടുത്തത് എന്ന് i2 ന്യൂസ് പറഞ്ഞത്. തുടക്കത്തിൽ പലരും വിശ്വസിച്ചില്ല, എന്നാൽ ഇപ്പോൾ അത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. കാരണം ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പൊതുജനവികാരം മുഴുവൻ എതിരായിട്ടും കോൺഗ്രസിലുള്ള അണികളും നേതാക്കളും എതിരായിട്ടും ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ആ നാണം കെട്ടവൻ തൻ്റെ അളിഞ്ഞ നിലപാട് എന്ന ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മിഷൻ 60യുടെ 32ാം ദിനമായ ഇന്ന് മുതൽ നമ്മൾ കുറച്ചുകൂടെ അഗ്രസീവായ മറ്റൊരു മാർഗത്തിലേക്ക് നമ്മൾ നീങ്ങുവാൻ നിർബന്ധിതരാകുകയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുലിന് ആ തിരികെ എടുത്ത പദവികൾ നൽകുന്നതുവരെ ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. ഈ കാടൻ നടപടിക്ക് നിശബ്ദത കൊണ്ട് അംഗീകാരം നൽകിയ കോൺഗ്രസിലെ സകല നേതാക്കന്മാരോടും ഘടകകക്ഷികളോടുമുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങൾ ഇന്നു മുതൽ പരസ്യമായി പുറത്തു വരികയാണ്. എന്നെ ശ്രമിക്കുന്ന ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ, ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ, പിണറായി വിജയൻ ഭരണത്തെ തൂത്തെറിയുവാനുള്ള ഒരു മാർഗമായി കരുതിയ കോൺഗ്രസിനെ നെഞ്ചിലേറ്റിയ സകല പ്രവർത്തകരുമേ, നിങ്ങൾക്ക് പ്രതികരിക്കുവാനുള്ള ഒരു സമയമാണിത്. ഇന്ന് മുതൽ നമ്മളുടെ മിഷൻ 60യുടെ 32ാം ദിനമായ ഇന്ന് മുതൽ നമ്മൾ മറ്റൊരു ഡയമെൻഷനിലേക്ക് ഈ ക്യാമ്പയിൻ പോവുകയാണ്. ഈ കോൺഗ്രസ് നേതാക്കന്മാർ, നിങ്ങൾക്കറിയാം, രാഹുലിനെതിരെ ഇപ്രകാരം ഒരു നടപടിയെടുത്ത് അവർ ഹൗസ് ടു ഹൗസ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് 30 വരെ അവർ ഭവന സന്ദർശന പരിപാടികൾ പ്ലാൻ ചെയ്യുകയാണ്. ഈ പാർട്ടിയിലെ യുവജന നേതാക്കളെ പെണ്ണുകേസുകളിൽ പെടുത്തി നാണം കെടുത്തിച്ച് ശത്രുക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഈ നാണം കെട്ടവന്മാരെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കയറ്റരുത്. വീടുകളിൽ കയറി വന്നാൽ നിങ്ങൾ ഇവന്മാരോട് ചോദിക്കേണ്ടുന്ന ചില ചോദ്യങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. അതുപോലെ വരുന്ന തെരഞ്ഞെടുപ്പിനുള്ള ഒരു ധനശേഖരണ പരിപാടിയും ഇവന്മാർ ആരംഭിക്കുകയാണ്. ഇവന്മാർക്ക് ഈ യുവജനങ്ങളെ പെണ്ണുകേസിൽപ്പെടുത്തി നാണം കെടുത്തിയ ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചതുപോലെ പാർട്ടിയുടെ നട്ടല്ലായ യുവജന നേതാക്കന്മാരെ നാണം കെടുത്തി കഴിഞ്ഞ 43 ദിവസം ഈ പ്രസ്ഥാനത്തെ നാറ്റിച്ച ഈ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഈ നാണം കെട്ടവന്മാർക്ക് ഇനി വോട്ട് ചെയ്യില്ല എന്ന ആ ശക്തമായ നിലപാടിലേക്ക് പോകുവാൻ, ആ നിലപാടെടുക്കുവാൻ സമയമായിരിക്കുകയാണ്. ഈ നാണം കെട്ട കേക്കച്ചന്റെ ആ നാറിയ നിലപാടിനെതിരെ ജനങ്ങൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ടുന്ന സമയമാണിത്. അതുകൊണ്ട് നമ്മൾ ഇന്നു മുതൽ പുതിയൊരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. നാറികളെ വീട്ടിൽ കയറ്റില്ല, നാറികളെ വീട്ടിൽ കയറ്റില്ല എന്ന ക്യാമ്പയിൻ നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. എന്നെ ശ്രമിക്കുന്ന കേരളത്തിലെ സകല ജനങ്ങളുമേ, ഈ കതറുമിട്ട് വളിച്ച ചിരിയുമായി യുവനേതാക്കന്മാരെ പാരവെച്ച് നശിപ്പിച്ചിട്ട് കസേരമോഹികളായ ഈ നാണംകെട്ടന്മാരുടെ പിണിയാളുകൾ നിങ്ങളുടെ വീടുകളിൽ ന്യായീകരണവുമായി വരുമ്പോൾ കുറ്റിച്ചൂലുമായി ഇവന്മാരെ നേരിടുക. ഇവന്മാർ ഇലക്ഷൻ ഫണ്ടിന് വേണ്ടി കാശ് ചോദിക്കുമ്പോൾ ഇവന്മാരുടെ മുഖത്ത് ആട്ടുക. അതുകൊണ്ട് ഇന്നു മുതൽ ഈ ക്യാമ്പയിൻ നമ്മൾ ആരംഭിക്കുകയാണ്. നാറുകളെ വീട്ടിൽ കയറ്റില്ല. നിങ്ങൾ മുദ്രാവാക്യം പറ്റുമെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ഈ മുദ്രാവാക്യം നിങ്ങളുടെ ഹാഷ്ടാഗ് ക്യാമ്പയിൻ നമ്മൾ ആരംഭിക്കുകയാണ്. DP ഇതാക്കുക, നാറുകളെ വീട്ടിൽ കയറ്റില്ല. ഇപ്പോൾ ഈ യാചകർ അതല്ലെങ്കിൽ
വീടുകളിൽ അതിക്രമിച്ച് കയറുന്നവർക്ക് നമ്മൾ ഗേറ്റിൽ ബോർഡ് വെക്കാറുണ്ട്, യാചകർക്ക് പ്രവേശനമില്ല, യാചകർക്ക് പ്രവേശനമില്ല എന്ന് ബോർഡ് വെച്ചേക്കുന്നത് പോലെ ഈ കതറിട്ട് വരുന്നവന്മാർക്ക് ഇവിടെ പ്രവേശനമില്ല എന്ന ബോർഡ് ഓരോ കോൺഗ്രസ് നേതാക്കന്മാരും ഓരോ ജനങ്ങളും നിങ്ങളുടെ വീടിന് മുന്നിൽ തൂക്കേണ്ടുന്ന സമയമായി. കാരണം ഇത്രയും അധപ്പതിച്ച ഒരു പ്രസ്ഥാനം, ഇത്രയും ഹൃദയശൂന്യമായ നാണം കെട്ട ഇവന്മാർ കഴിഞ്ഞ 43 ദിവസം 9.5 വർഷം കൊണ്ട് ഈ പിണറായി സർക്കാർ ഉണ്ടാക്കിയ ആ ആന്റി ഇൻക്യുംബൻസി, ആ ഭരണവിരുദ്ധ വികാരം നശിപ്പിക്കുവാൻ കൂട്ടുനിന്ന പാർട്ടിയിലെ ഒരു യുവനേതാവിനെ നശിപ്പിക്കുവാൻ അധ്യക്ഷത വഹിച്ച ഈ നാണംകെട്ട കേക്കച്ചൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഇവന്മാരുടെ കയ്യാളായി ഒരു അരമനക്കുണ്ടനെ പിടിച്ച് KPCC അധ്യക്ഷ സ്ഥാനത്തിരുത്തി ഒരു ഷണ്ടന്മാരുടെ സേനയാക്കി മാറ്റിയ ഈ പ്രസ്ഥാനത്തെ നാശത്തിലേക്ക് നയിക്കുന്ന ഇവന്മാർക്കെതിരെയുള്ള പ്രതിഷേധ സൂചകമായി ജനങ്ങൾ പ്രതികരിക്കാൻ സമയമായിരിക്കുന്നു. നിങ്ങളുടെ പ്രതികരണങ്ങൾ, ഈ ക്യാമ്പയിന് വേണ്ടിയുള്ള നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ 9746114444 നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. 9746114444 എന്ന താഴെ സ്ക്രോൾ ചെയ്യുന്ന ആ നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ആ നമ്പറിൽ വിളിച്ച് ഈ ക്യാമ്പയിനോടുള്ള നിങ്ങളുടെ ഐക്യദാർഢ്യം അറിയിക്കാവുന്നതാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താണ്? ഞങ്ങൾ ഒന്നുകൂടി വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. മിഷൻ 60 ആരംഭിച്ചിട്ട് അതിൻ്റെ ആദ്യ 2 ഘട്ടവും അത് നിങ്ങളുടെ പ്രതികരണം, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അത് വിജയിച്ചത്. രാഹുലിന് 15-ാം തീയതി നിയമസഭയിൽ എത്താൻ സാധിച്ചു. അതുപോലെ രാഹുൽ തൻ്റെ പാലക്കാട് മണ്ഡലത്തിലെത്തി. അദ്ദേഹത്തിനെതിരെ കടുത്ത നിലപാടെന്നും മൊറട്ടോറിയം ഒക്കെ പ്രഖ്യാപിച്ച ഈ കേക്കച്ചൻ നാണം കെട്ടു. നാട്ടുകാർ പോലും ഇവനോട് ചോദിക്കുന്നു, എടാ നാണം കെട്ടവനെ, നിന്റെ ഡിസിഷൻ എന്താണ് വില? അതിന് പുല്ലുപോലും വില ഇവിടുത്തെ പാർട്ടി അണികൾ കൽപ്പിച്ചില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും സുപ്രധാനമായ കാര്യം, ഈ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പാടുപെട്ട, ഈ പാർട്ടിക്ക് വേണ്ടി ജയിലിൽ കിടന്ന ആ യുവ നേതാവ് ഇന്നും ഒരു അന്യനായി പുറത്തു നിൽക്കുകയാണ്. ഈ നാണം കെട്ടവന്മാർ, പിണറായിയുടെ എച്ചിൽ നക്കികൾ, പിണറായിയുടെ ഇലനക്കികൾ, ഇന്ന് അവന്മാരെല്ലാം കൂടെ സംഘം ചേർന്ന്, സന്നദ്ധരി സംഘം ചേർന്ന് അടുത്ത ഭരണം കിട്ടും, കസേര കിട്ടും എന്നും പറഞ്ഞ് നടക്കുകയാണ്. ഇവന്മാരെ അതുകൊണ്ടാണ് ഒറ്റപ്പെടുത്തണം എന്ന് ഞങ്ങൾ പറയുന്നത്. രാഹുലിനെ തിരിച്ചെടുക്കാതെ, രാഹുലില്ലാത്ത ഒരു മുന്നേറ്റവും നമുക്കിവിടെ ആവശ്യമില്ല. രാഹുലിനെതിരെ അപവാദ പ്രചരണം നടത്തി മിടുക്കരായിരിക്കുന്ന ഇവന്മാരെ അടുത്ത പ്രാവശ്യം നാണം കെട്ട പരാജയം ഏൽപ്പിച്ച് ഇവന്മാരെ ഈ പ്രസ്ഥാനത്തെ ഈ നാണം കെട്ടവന്മാർക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടാക്കേണ്ടത് ഈ നാട്ടിലെ ഓരോ സാധാരണ പൗരന്മാരുടെയും ചുമതലയാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന പേരിൽ ഇത്തരം മാമപ്പണികൾ ചെയ്യുന്ന ഇവന്മാർക്കുള്ള ശക്തമായ താക്കീതായിരിക്കണം ഇത്. ഉമ്മൻചാണ്ടിയെ ഇതുപോലെ ഇവന്മാർ കുരുതി കൊടുത്തു. ഉമ്മൻചാണ്ടിയുടെ ആ രക്തത്തിന്റെ ബലത്തിൽ ഇവന്മാർ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ചു. ഇനിയും അടുത്ത ഗുരുതിക്കായി ഒരു യുവനേതാവിനെ ഇവന്മാർ കഴുത്തറുത്തു. ഇതിനിയും അനുവദിച്ചുകൂടാ. അതുകൊണ്ട് നാറികളെ വീട്ടിൽ കയറ്റില്ല, നാറികളെ വീട്ടിൽ കയറ്റില്ല എന്ന ക്യാമ്പയിൻ നമ്മൾ ആരംഭിക്കുകയാണ്. ഇവന്മാരെ വീട്ടിൽ കയറ്റാൻ പാടില്ല, ഇവന്മാരെ ആട്ടിയിറക്കുക. ഇവന്മാർക്ക് 5 പൈസ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ കൊടുക്കുന്ന പണം കൊണ്ടാണ് ഇവന്മാർ ഈ കതറുമിട്ട് അന്തസ്സായി നടക്കുന്നതെന്ന് ഓർക്കണം. അതുകൊണ്ട് എല്ലാ ജനങ്ങളും തീരുമാനിക്കുക, ഇവന്മാർക്ക് 5 പൈസ കൊടുക്കില്ല എന്ന ഇവന്മാരുടെ ധനശേഖരണ പരിപാടി നിങ്ങൾ പൊളിക്കുക. ഇവന്മാർക്ക് ജനങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ആദ്യത്തെ മറുപടി ഇതാണ്. പിന്നീട് 8 മാസം കഴിയുമ്പോൾ നവംബറിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരും. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. ഈ 2 തെരഞ്ഞെടുപ്പുകളിലും ഇവന്മാരുടെ സ്ഥാനാർത്ഥികളെ തപ്പിപ്പിടിച്ച് ദയനീയമായി പരാജയപ്പെടുത്തുക എന്നതാണ് ഇവന്മാർക്ക് കൊടുക്കാവുന്ന ഇതിനുള്ള മറുപടി. രാഹുലിനെതിരെ ഇവന്മാരെടുത്ത ഈ നാണംകെട്ട പണിക്ക് ഇവന്മാർക്ക് കൊടുക്കാവുന്ന മറുപടി എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ട് അതിൻ്റെ ആദ്യപടിയായി വീടുകളിലെത്തിക്കുമ്പോൾ ഇവന്മാരെ ആട്ടിപ്പായിക്കുക. 5 പൈസ തെരഞ്ഞെടുപ്പ് ഫണ്ട് ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കുക. 3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നാണംകെട്ട പരാജയം ഏറ്റുവാങ്ങി ഒരൊറ്റ ഗ്രാമപഞ്ചായത്തുകളിൽ പോലും ഇവന്മാരുടെ പ്രസൻസ് ഉണ്ടാവരുത്. 4ാമതായി നിയമസഭയുടെ പടിവാതിൽ ഇവന്മാർ ഒരുത്തനും കാണരുത്. ഇതായിരിക്കണം ഈ സംശുദ്ധ രാഷ്ട്രീയത്തെ നശിപ്പിച്ച് ഇവന്മാർക്ക് കൊടുക്കേണ്ടുന്ന മറുപടി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.